വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. ഓരോ ബ്രാൻഡുകൾക്കും അവരുടേതായ ഒരു സ്പെസിഫിക് ആയ ഒരു കസ്റ്റമർ ഉണ്ട്. ഇപ്പോൾ സുസുക്കി നോക്കുകയാണെങ്കിൽ കൂടുതലും വില കുറഞ്ഞ വണ്ടികളാണ്, അല്ലെങ്കിൽ മിഡ് റേഞ്ചിലുള്ള വണ്ടികൾ, സാധാരണക്കാരെ ഉന്നം വെച്ചുള്ള വണ്ടികൾ, അങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് സുസുക്കിയും ഹുണ്ടായും അതേപോലത്തെ ബ്രാൻഡുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇനി മഹേന്ദ്ര നോക്കുകയാണെങ്കിൽ അവരുടെ പാസഞ്ചർ കാറുകളൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലും SUVകളും MPVകളൊക്കെയാണ്. അങ്ങനെ ഓരോ ബ്രാൻഡിനും അവരുടേതായ ഒരു സ്റ്റൈലുണ്ട്. എന്നാൽ ചില മാനുഫാക്ചറേഴ്സ് ചില സമയത്ത് ഈ സ്റ്റൈലെല്ലാം മാറ്റിയിട്ട് അവരുണ്ടായിക്കൊണ്ടിരുന്ന ആ ഒരു വണ്ടികളിൽ നിന്ന് ഒരു ബന്ധമില്ലാത്ത കുറേ വണ്ടികൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനത്തെ വണ്ടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ബ്രാൻഡ് നമ്മുടെ കിയയാണ്. കിയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള വണ്ടി, മിഡിൽ ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ള ചെറിയ ഹാച്ച് ബാക്കുകൾ, ചെറിയ സെഡാനുകൾ, ചെറിയ കോമ്പാക്ട് SUVകൾ, അങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് അവരുണ്ടാക്കുന്നത്. അതാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ഇമേജ്. അല്ലാണ്ട് സൂപ്പർ കാറുകളോ അല്ലെങ്കിൽ ലക്ഷറി കാറുകളോ അതൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരത്തില്ല. എന്നാൽ കിയ അവർ ഒരു ലക്ഷറി കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. 2008 കിയ K900 എന്ന് പറഞ്ഞ് ഒരു കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പക്ക ഒരു ലക്ഷറി കാറാണ്. അതായത് നമ്മുടെ മെഴ്സഡസ് S ക്ലാസിനും BMW 7 സീരീസിനൊക്കെ റൈവലായിട്ടാണ് ഈ ഒരു വണ്ടി വന്നത്. ഒരു ഫുൾ സൈസ് ലക്ഷറി സെഡാനാണ് കിയ അന്ന് നിർമ്മിച്ചത്. അകത്ത് നോക്കുകയാണെങ്കിൽ ലെതർ ഇൻറ്റീരിയേഴ്സ്, ഫുള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ സീറ്റുകൾ, വെന്റിലേറ്റർ സീറ്റ്, മസാജ് ഫംഗ്ഷൻ, അങ്ങനെ ഒരു ലക്ഷറി കാറിൽ വേണ്ട എല്ലാ ഫീച്ചറുമായിട്ടാണ് ഈ ഒരു വണ്ടി വന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെ എഞ്ചിൻ നോക്കിയാലും ഒരു 3.3 ലിറ്റർ ട്വിൻ ടർബോ ചാർജ്ഡ് V6 എഞ്ചിനും അതേപോലെ തന്നെ 5 ലിറ്റർ V8 ഒക്കെ ഈ ഒരു വണ്ടിയിൽ ഒരു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കിയയിലാണ് 5 ലിറ്റർ V8 എന്ന് ഓർക്കണം. അതേപോലെ തന്നെ ഓൾ വീൽ ഡ്രൈവും അതേപോലത്തെ കാര്യങ്ങളും ഈ ഒരു വണ്ടിയിലുണ്ടായിരുന്നു. അത്യാവശ്യം എക്സ്പെൻസീവ് ആയ ഒരു വണ്ടി നമ്മുടെ ഹുണ്ടായുടെ ലക്ഷറി ബ്രാൻഡായ ജെനസിസിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചത്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഈ ഒരു K900 എന്ന് പറഞ്ഞ വണ്ടി. രണ്ടാമത്തെ ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓപ്പലാണ്. ഓപ്പലിനെ കുറിച്ച് പറയുകയാണെങ്കിലും കിയ പോലെ തന്നെ മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് വേണ്ടി ചെറിയ വണ്ടികളൊക്കെ ഉണ്ടാക്കുന്ന, ഫാമിലി കാറുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ്. എന്നാൽ 2000 കാലഘട്ടത്തിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഓപ്പൽ ഒരു മിഡ് എൻജിൻ 2 സീറ്റർ സ്പോർട്സ് കാർ ഉണ്ടാക്കി. ഇതിൻ്റെ പേരായിരുന്നു ഓപ്പൽ സ്പീഡ്സ്റ്റർ എന്ന് പറഞ്ഞത്. ഈ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ ഒരു 2.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ അതിൽ വന്നിരുന്നത് 145 HP പവറിനുണ്ടായിരുന്നു. പക്ഷേ വണ്ടി വളരെ ലൈറ്റ് വെയിറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം 5.9 സെക്കൻഡിൽ ഈ വണ്ടി 0 to 100 അച്ചീവ് ചെയ്യുമായിരുന്നു. 2005 വരെ ഈ ഒരു വണ്ടി നിർമ്മിച്ചു. ബേസിക്കലി ഈ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോട്ടസും ഓപ്പലും കൂടെ ടൈപ്പിലുണ്ടാക്കിയ വണ്ടിയാണ്. ലോട്ടസിൻ്റെ എലിസിനെ അവർ റീബാഡ് ചെയ്ത് ഫ്രണ്ട് ഡിസൈനും കുറേ ഫീച്ചേഴ്സൊക്കെ മാറ്റം വരുത്തിയാണ് ഈ ഒരു ഓപ്പൽ സ്പീഡ്സ്റ്റർ എന്ന് പറഞ്ഞ വണ്ടി നിർമ്മിച്ചേക്കുന്നത്. സൂപ്പർ കാറുകളും ഹൈപ്പർ കാർ എന്ന ബ്രാൻഡ് ഒരു SUV ഉണ്ടാക്കുന്നത് ഇപ്പോൾ വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പോർഷയ്ക്ക് ഉണ്ട്, ആസ്റ്റൺ മാർട്ടിൻ ഉണ്ട്, ഈവൻ ഫെറാറിക്ക് വരെയും SUV ഉണ്ട്. എന്നാൽ 1986 സൂപ്പർ കാറുകളും ഹൈപ്പർ കാറുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡ് ഒരു SUV ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ച് നോക്കാൻ പറ്റുന്നുണ്ടോ? എന്നാൽ അന്നും ഒരു ബ്രാൻഡ് ഒരു SUV ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ലാംബോർഗിനിയാണ്. ലാംബോർഗിനിയുടെ LM002 എന്ന് പറഞ്ഞ ഒരു SUV ആ സമയത്ത് അവർ ഉണ്ടാക്കിയിരുന്നു. ഇതൊരു തട്ടിക്കൂട്ട് SUV ആയിരുന്നില്ല, ഇതൊരു ട്രൂ ആയിട്ടുള്ളൊരു SUV ആയിരുന്നു. അതായത് നമുക്ക് എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്ന വളരെ റഫായ അതുവരെ ഉണ്ടാക്കിയ ആ ഒരു ലംബോർഗിനിയുടെ കാറുകളായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വണ്ടിയായിരുന്നു LM002 എന്ന് പറഞ്ഞ ഈ ഒരു SUV. അതായത് നമ്മളിപ്പോൾ ആ ഒരു ഹമ്പറിൻ്റെ ഒക്കെ പോലത്തെ ആ ഒരു വൈബ് വരുന്ന വണ്ടിയായിരുന്നു LM002 എന്ന് പറയുന്നത്. ഇതിൻ്റെ എഞ്ചിനും നിസ്സാരമൊന്നും ആയിരുന്നില്ല. ഒരു 5.2 ലിറ്റർ V12 എഞ്ചിനാണ് ലാംബോർഗിനി അത് വെച്ചിരുന്നത്. 450 HP പവർ അതിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ളൊരു ഓഫ് റോഡ് കൊണ്ടുപോകാൻ പറ്റിയ ഒരു SUV ആയിരുന്നു ഈ വണ്ടി എന്ന് പറയുന്നത്. അതിന് ലോ റേഞ്ച് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ അവർ അന്ന് തന്നെ കൊടുത്തായിരുന്നു. അടുത്ത വണ്ടി ഹോണ്ടയുടെ NSX ആണ്. ഹോണ്ട പറയുന്നിടത്ത് ഇപ്പം നിങ്ങൾക്കൊരു കൗതുകം തോന്നുന്നില്ലായിരിക്കും, പക്ഷേ 90s നോക്കുകയാണെങ്കിൽ ഇത് വളരെ വലിയൊരു കൗതുകമായിരുന്നു. ആ സമയത്ത് ഹോണ്ടയുടെ വണ്ടി നോക്കുകയാണെങ്കിൽ സിറ്റി ഉണ്ട്, അക്കോർഡ് ഉണ്ട്, പിന്നെ കുറച്ച് സ്പോർട്ട് എന്ന് പറയാനായിട്ട് അവർക്ക് സിവിക്ക് മാത്രമേ ഉള്ളൂ. സിവിക്ക് നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ ഒരു ഹാച്ച് ബാക്കിനെ പിടിച്ച ഒരു കുറച്ച് പെർഫോമൻസ് ഒക്കെ കൊടുത്തൊരു വണ്ടി മാത്രമായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഫെറാറിനെ വരെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ അവരൊരു മിഡ് എൻജിൻ 2 സീറ്റർ സ്പോർട്സ് കാർ ഉണ്ടാക്കി. അതൊരു വമ്പൻ ഹിറ്റായിട്ട് മാറി. സ്പോർട്സ് കാറിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവന്ന വണ്ടിയാണ് NSX എന്ന് പറയുന്നത്. അതുവരെ നോക്കുകയാണെങ്കിൽ സ്പോർട്സ് കാർ എന്ന് പറയുന്നത് വളരെ ചിലവ് കൂടിയ, ഒട്ടും റിലയബിൾ അല്ലാത്ത, ഓടിക്കാൻ ഒരു സുഖമില്ലാത്ത വണ്ടിയുടെ എല്ലാം കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതിനെല്ലാം മാറ്റം കൊണ്ടുവന്ന് വലിയൊരു റെവല്യൂഷൻ ഉണ്ടാക്കിയ വണ്ടിയാണ് NSX എന്ന് പറയുന്നത്. അതും ഹോണ്ട എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആദ്യത്തെ ട്രൈ ആണ് ഇങ്ങനെ ഒരു സൂപ്പർ കാർ ഉണ്ടാക്കാൻ വേണ്ടി. അതിൽ തന്നെ അവർ ലോകത്തിലുള്ള എല്ലാ ബ്രാൻഡുകൾക്കും ഒരു മാതൃകയായി സൂപ്പർ കാർ എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് തന്നെ മാറ്റിമറിച്ച ഒരു റെവല്യൂഷണറി വണ്ടിയായിരുന്നു NSX. NSXനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വണ്ടി ഒരു ഫെറാറിയുടെ പെർഫോമൻസ് വരുമായിരുന്നു, ഒരു ലാംബോർഗിനിയുടെ ലുക്ക് വരുമായിരുന്നു. എന്നാൽ ഇതൊരു ഹോണ്ട പോലെ റിലയബിൾ ആയിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ഇതിനെ വിശേഷിച്ചുകൊണ്ടിരുന്നത്. NSXനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ ചാനലുണ്ട്. പൊക്കത്ത് I ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ വന്നുകൊണ്ടിരുന്നത് ഒരു 3 ലിറ്റർ V6 എഞ്ചിനായിരുന്നു. ഏകദേശം 270 HP പവർ അത് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അടുത്ത വണ്ടി ലെക്സസിൻ്റെ LFA ആണ്. ലെക്സസിൻ്റെ LFAയുടെ കാര്യവും നമ്മുടെ ഹോണ്ട NSX പോലെയാണ്. ലെക്സസ് എന്ന് പറഞ്ഞ വണ്ടി വില കൂടിയ ലക്ഷറി സൈഡ് സെഡാനുകളും ഹൈബ്രിഡ് കാറുകളും SUVകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡായിരുന്നു. അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു സൂപ്പർ കാർ വരുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല.
അതായത് പോർഷയുടെയും ഫെറാറിയുടെയും ലാംബോർഗിനിയുടെ ഒക്കെ ആ ഒരു ലെവലിലുള്ള ഒരു സൂപ്പർ കാറായിരുന്നു LF എന്ന് പറയുന്നത്. ലെക്സസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇന്ന് ആരും അങ്ങനെ ഒരു കാർ പ്രതീക്ഷിച്ചിരുന്നില്ല. 2009 എല്ലാവരുടെയും പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടായിരുന്നു LF എന്ന് പറഞ്ഞ മോഡൽ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ടോപ്പ് 10 സൂപ്പർ കാറുകൾ പറയുകയാണെങ്കിൽ ആ ഒരു ലിസ്റ്റിൽ LF കാണും. ഒരുപാട് ഫാസ്റ്റ് അല്ല, ഒരുപാട് പവർ അല്ല, എങ്കിലും ഒരു പെർഫെക്റ്റ് ആയ സ്പോർട്സ് കാർ എന്നാണ് ഇപ്പോഴും ഇതിനെ പലരും വിളിക്കുന്നത്. അതിൻ്റെ സൗണ്ട് തന്നെ വളരെ ഡിഫറൻ്റ് ആയിരുന്നു. ഏറ്റവും അടിപൊളി സൗണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നതും ഇതിൻ്റെ ആ ഒരു V10 എഞ്ചിൻ്റെ സൗണ്ടാണ്. ഇതിൽ വന്നുകൊണ്ടിരുന്നത് ഒരു 4.8 ലിറ്റർ V10 എഞ്ചിനായിരുന്നു. ഏകദേശം 525 HP പവർ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അടുത്ത വണ്ടി സുബേറുവിൻ്റെ XVX എന്ന് പറഞ്ഞ വണ്ടിയാണ്. സുബേറുവിൻ്റെ വളരെ റെയറായ ഒരു വണ്ടിയാണ് XVX എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ 90s കൂളായിട്ടുള്ളൊരു സ്പോർട്സ് കാർ പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സുപ്ര, GTR, സിൽവിയ അതേപോലത്തെ വണ്ടിയായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിലുള്ളൊരു വണ്ടിയാണ് ഈ ഒരു XVX എന്ന് പറയുന്നത്. പേര് തന്നെ വളരെ സ്പെഷ്യലാണ്. XVX നോക്കുകയാണെങ്കിൽ സ്പെഷ്യൽ വെഹിക്കിൾ എക്സ് എന്നാണ് ഇതിൻ്റെ ആ ഒരു ഫുൾ ഫോം തന്നെ വന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് സുബേറു നോക്കുകയാണെങ്കിൽ ഇപ്പം ഇംപ്രിസ, അതിൻ്റെ പെർഫോമൻസ് വേർഷൻ ഉണ്ട്, പെർഫോമൻസ് സെഡാൻ, അതേപോലെ നോർമൽ കാറുകൾ, നോർമൽ സെഡാനുകൾ, പിന്നെ SUV ഇതൊക്കെയായിരുന്നു അവരുണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു ഈ ഒരു XVX വന്നുകൊണ്ടിരുന്നത്. ഇതിനൊരു ഗ്രാൻഡ് ടൂറിസ്മോ എന്നോ അല്ലെങ്കിൽ ഒരു 2 ഡോർ സ്പോർട്സ് കാർ എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇതിൻ്റെ വിൻഡോ ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ സ്പെഷ്യലാണ്. എയർക്രാഫ്റ്റിൻ്റെ പോലത്തെ വിൻഡോ വന്നത്, അതായത് സൈഡ് വിൻഡോ നോക്കുകയാണെങ്കിൽ ഒരു വിൻഡോയിൽ പിന്നെയും ഒരു വിൻഡോ ഉള്ള പോലെ വളരെ ഡിഫറൻ്റ് ആയിരുന്നു അതൊക്കെ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ എഞ്ചിനും അത്യാവശ്യം പവർഫുൾ ആയ ഒരു എഞ്ചിനായിരുന്നു. ഒരു 3.3 ലിറ്റർ ഫ്ലാറ്റ് 6 എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ അവർ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ സുബേറുവിൻ്റെ ഭാഗത്തുനിന്ന് ആരും ചിന്തിക്കാത്ത വളരെ ഡിഫറൻ്റ് ആയ ഒരു വണ്ടിയായിരുന്നു സുബേറു XVX എന്ന് പറയുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഏറ്റവും ഡിഫറൻ്റ് ആയ വണ്ടി ഈ ലാസ്റ്റ് വണ്ടിയാണ്. ആ വണ്ടിയാണ് ആസ്റ്റൺ മാർട്ടിൻ്റെ സിഗ്നറ്റ്. ഇങ്ങനൊരു വണ്ടി ഉണ്ടാകാനായിട്ട് പ്രത്യേക ഒരു കാരണം കൂടെയുണ്ട്. 2012 യൂറോപ്പിൽ ഒരു നിയമം വന്നായിരുന്നു. അതായത് ഇപ്പം സൂപ്പർ കാറുകളും ഹൈപ്പർ കാറുകളൊക്കെ നിർമ്മിക്കുന്ന ബ്രാൻഡാണെങ്കിൽ ആ ബ്രാൻഡ് മലിനീകരണം കുറഞ്ഞ ഒരു വണ്ടി കൂടെ നിർമ്മിക്കണം. ഇപ്പോൾ ഫെറാറി നോക്കുകയാണെങ്കിൽ അവരുടെ പേരൻറ്റ് കമ്പനി ഫിയറ്റ് ആണ്. ഫിയറ്റ് കുറേ ചെറിയ വണ്ടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല. ഇനി ലാംബോർഗിനിയും പോർഷൻ നോക്കുകയാണെങ്കിൽ അവരുടെ പേരൻറ്റ് കമ്പനി ഫോക്സ്വാഗൻ ആണ്. ഫോക്സ്വാഗന് ഒരുപാട് ഇതുപോലെ ചെറിയ വണ്ടികളും ഇലക്ട്രിക് വണ്ടികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവർക്കും കുഴപ്പമില്ല. ആസ്റ്റൺ മാർട്ടിന് ഇങ്ങനൊരു വണ്ടിയില്ലായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്യുമെന്ന് നോക്കുകയാണെങ്കിൽ അവർ ടൊയോട്ടയുടെ പോയിട്ട് ടൊയോട്ടയുടെ IQ എന്ന് പറഞ്ഞൊരു വണ്ടി വാങ്ങിച്ചു. അതിന് റീബാഡ് ചെയ്ത് ഒരു ആസ്റ്റൺ മാർട്ടിനാക്കി. ഒരുപാട് ലക്ഷറി ഫീച്ചേഴ്സും ലുക്കിലൊക്കെ മാറ്റം വരുത്തി അതിനെ ഒരു ആസ്റ്റൺ മാർട്ടിനാക്കി അവർ മാറ്റി. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് നല്ലപോലെ വിലയും കൂടി. ഇതിൽ വന്നുകൊണ്ടിരുന്നത് ഒരു ചെറിയ 1.3 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ്. വെറും 90 HP മാത്രമേ ഈ ഒരു വണ്ടി പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ആസ്റ്റൺ മാർട്ടിന് ഒരു V8 എഞ്ചിൻ ഇല്ലെങ്കിൽ നാണക്കേടാന്ന് അവർക്ക് തോന്നിയതുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഒരു V8 വേർഷൻ അവരുണ്ടാക്കിയായിരുന്നു. ഈ ഒരു കുഞ്ഞു കാറിൽ അവരൊരു 4.7 ലിറ്റർ V8 എഞ്ചിനും വച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.